ഇനിയിപ്പോ ഈ പുതിയ മാനേജർ എന്താവും? മീര ധൈര്യമായിട്ടിരിക്കും. ഇനിയിപ്പോ എങ്ങനെയുള്ളതാണ് ശരി, നമുക്ക് കുപ്പിയിലാക്കാം. ഡോണ്ട് വറി, ബി ഹാപ്പി. എന്ത് കോമാളിത്തരാണ് രാകേഷ് ഈ കാണിക്കണേ? ഇത്ര ഓഫീസാന്നുള്ളത് മറന്നുപോയോ നീ? മീര പറഞ്ഞ ശരിയാണ്, ഒരു ഓഫീസാന്നുള്ള ബോധം വേണം നിനക്ക്. നീ എന്താണ് ഈ കാണിക്കണത്? എല്ലാത്തിനും ഒരു ലിമിറ്റ് ഒക്കെ ഉണ്ട്. അതെ, രണ്ടുപേരോട് പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ടാ? നിന്റെ ഈ കോലത്തിനെ പറ്റി പറഞ്ഞു തരികയായിരുന്നു. ഈ കോലത്തിന് എന്താ കുഴപ്പം? സ്റ്റാൻഡേർഡ് അല്ലേ? എന്തിനാണ് രാവിലെ തന്നെ എന്നെ കാണിക്കാൻ വേണ്ടി ഈ ചെടിച്ചട്ടി പിടിച്ച് നിക്കണേ? അയ്യ, ആരെ കാണിക്കേ? എന്നെ കാണിക്കാൻ. ഇത് നമ്മുടെ പുതിയ മാനേജർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയത്, അല്ലാണ്ട് നിനക്ക് വാങ്ങിയൊന്നല്ല. ഓ, അതിപ്പോ നീ ഇപ്പൊ മാറ്റി പറഞ്ഞതല്ലേ? സത്യത്തിൽ നീ പൂ വാങ്ങിച്ചത് എനിക്ക് വേണ്ടി തന്നെയല്ലേ? അയ്യടാ, എന്ന് രാവിലെ നിന്റെ വായെന്ന് കേൾക്കുന്നത് ഞാൻ പൈസ കൊടുത്ത് കണ്ട് നിനക്ക് വാങ്ങി തരണം അല്ല പൂവ്? തരക്കേടില്ലല്ലോ മോനെ. ഇത് നിനക്ക് തന്നെ തോന്നുന്നില്ലേ കുറച്ച് ഓവറാണെന്ന്? കുറച്ച് ഓവറാണോ? എന്നാലേ മാനേജർ ശ്രദ്ധിക്കും. ആ ഗ്യാപ്പിലൂടെ എനിക്ക് കൃഷ്ണയുടെ മനസ്സിലേക്ക് കയറി പറ്റും. എടാ, നീ ഒരുപാട് പ്രതീക്ഷ വെക്കരുത്. ഇനിയിപ്പോൾ അതെങ്ങാനും നടന്നില്ലെങ്കിൽ നീ നിരാശപ്പെടേണ്ടി വരും. ഒരിക്കലും ഇല്ല അളിയ, ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടില്ല. ചിലരൊക്കെ എന്നെ നിരാശപ്പെടുത്തിയതാണ്, പക്ഷേ കൃഷ്ണ എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. പൊക്കോ പൊക്കോ, ഈ പോയാലെന്ത് പോയില്ലെങ്കിലെന്ത്? അളിയാ, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, എന്താടാ എങ്ങനെ സാധിക്കുന്നതാ നിനക്കതൊക്കെ? ഒഴുക്കിനനുസരിച്ച് നീന്തിയില്ലെങ്കിലേ ചത്തുപോടാ. അവസാനം നീ പ്രതീക്ഷ നടക്കാതാകുമ്പോഴേ ഹാർട്ട് അറ്റാക്ക് ആവുന്ന നീ ചാവാതിരുന്നാൽ മതി. അതിനെൻ്റെ ഹൃദയം എൻ്റെ കയ്യിലില്ലല്ലോ അളിയ, അത് ഞാൻ എപ്പോഴേ എൻ്റെ കൃഷ്ണയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. ദൈവമേ, ഇവനെ നീ തന്നെ കാത്തോളണേ. കൂൾ മാൻ. എന്തായാലും സാറ് പാത്തോട്ട് വരില്ലെന്ന് എനിക്കറിയാം. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്. ഓ, ക്യാരി ഓൺ. അവൻ്റെ ഒരു കോലും ഒന്ന് പോടാ. മീര, ഇന്നലെ അയക്കാൻ പറഞ്ഞ മെയിലൊക്കെ അയച്ചായിരുന്നല്ലോ അല്ലേ? ഇന്നലെ അയക്കാൻ പറഞ്ഞ മെയിലൊക്കെ ഞാൻ കൃത്യമായിട്ട് അയച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു പണിയും ചെയ്യുന്നില്ല എന്നുള്ള വല്ല ധാരണയുണ്ട്. ഹെഡ് ഓഫീസിൽ പോയി റിപ്പോർട്ട് ചെയ്യാം. അല്ല, അതിന് ഞാനിപ്പോൾ ആ രാകേഷിന്റെ ശല്യമില്ലാത്ത വളരെ കുറച്ച് സമയമുണ്ട്. ആ സമയത്ത് ഞാൻ ഇവിടെ പറ്റാവുന്ന ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല, അതെനിക്കറിയാം. എന്നിട്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണേ. എങ്ങനെ സംസാരിച്ചു? ഞാൻ കുറെ നാളായി നോക്കിയിരിക്കുക. ആരെ? എന്നെ ശരിക്കും അറിയില്ല. മീരല്ലേ? ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇല്ല, കാണണമെന്നില്ല. അല്ല, ഞാൻ മെയിൽ അയച്ചോന്ന് തന്നെയല്ലല്ലോ ചോദിച്ചത്. അല്ലേ അല്ലേ അല്ലോ. ആ, ഇനിയിപ്പോൾ അക്ഷരമൊന്നും മാറിയില്ലല്ലോ. ഇപ്പം ആ കിളി പോയ അവസ്ഥയായാലും. എടാ, കൃഷ്ണതായിട്ട് വന്നില്ലടാ. എടാ, സമയമാകുമ്പോൾ വരും. നീ അതിനവിടെ കാത്തേണ്ടി കിടക്കൊന്നും വേണ്ട. അതല്ലടാ. ഏതല്ലടാ? അവിടെ വരുമ്പോൾ എന്നെ ആദ്യം കാണണം, അതാണ് അതിൻ്റെ ഒരു സുഖം. നിന്നെ ആദ്യം കാണാൻ നീ വിഷുക്കണി ചാനും പണ്ണ് നിർത്തടിയാ. എടാ, നീ അവളിൽ നിന്ന് സെറ്റായി വേണ്ട. എടാ, ഞാൻ തന്നെ ഒരു കോഴി. ഇനി നീ എന്നെ മാമ കൂടി ആക്കരുത്. ഓ വേണ്ട, ഞാനൊന്നും ചോദിച്ചില്ല. അല്ല, എന്തായിരുന്നു നേരത്തെ മീരയുടെ കാണിച്ചത്? ഓ അതോ, കുറേ കാലമായിട്ട് ഞാൻ ഓങ്ങി വെച്ചതാ. ഇന്നിപ്പോൾ ഒരു ചെറിയ ഡോസ് കൊടുത്തു, അത്രയേ ഉള്ളൂ. നീ കൊടുത്ത ഡോസിന്റെ മറ ഡോസ് കിട്ടിയത് എനിക്ക് ഒരു കാര്യമില്ല. നമ്മൾ എന്നെ താട്ടിയിടാം. അത് പോട്ടളിയാ. അവക്കിപ്പോൾ ഇവിടെ ഉള്ളൊരു ഇമ്പോർട്ടൻസ് ഇല്ലേ, അതിപ്പം പോയി. അതിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സാറില്ല, അത് കുറച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി ആയിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് പോയിക്കോളും. ഇനി അത് വിഷമിക്കണ്ടടാ, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ. നീ ഒരു സംഭവം തന്നെയാണ്. അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായി? ആ, സംസാരിച്ചാൽ ശരിയാവില്ല. ഞാൻ പോട്ടെ, കൃഷ്ണകാവ് വരുമ്പോൾ എന്നെ തന്നെ കാണും. അല്ല, നീ ഇപ്പം ഇപ്പം എന്തിനാ അവിടെ വന്നു? അത് ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് റിഫ്രഷ് ആവാൻ വേണ്ടി വന്നതാ. ചെല്ല് ചെല്ല്, പോയി വെള്ളം കുടിക്കും. ശരി ശരി ശരി. എന്നെ കാത്തോളണേ. ഹലോ, രാകേഷ് അല്ലേ? അതെ, ഐ എം കൃഷ്ണ, കൃഷ്ണപ്രസാദ്. കൃഷ്ണപ്രസാദോ? യെസ്. ഹായ് സാർ. ഹലോ. ഐ എം മനു. ഹായ് മനു, ദിസ് ഇസ് മീര. ഹായ് നിന്നെ. എന്തൊരു സാർ, ട്രെയിൻ ലേറ്റ് ആയോ? ആ, കുറച്ച്. ഓക്കെ സാർ. ഇത് രാകേഷ്. ഞങ്ങൾ പരിചയപ്പെടും. അതോട്ടിരിക്കാം സാർ.
നശിപ്പിച്ച് നീ ഒറ്റ ഒരുത്തനല്ല നശിപ്പിച്ച്. എടാ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ അത്രയ്ക്ക് പ്രതീക്ഷ വയ്ക്കാൻ? എടാ നീ അല്ലേ പറഞ്ഞ മാനേജർ പെണ്ണാന്ന്? എടാ അത് ഈ ഓഫീസിൽ നിന്ന് കൃഷ്ണ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഫണ്ടിന് വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചോ നീ റോസാപ്പൂവും മറ്റേ പൂളിനകത്തൊക്കെ പോയി നിൽക്കുന്നു. എടാ അപ്പോഴെങ്കിലും ഒരു വാക്ക് നിനക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? എടാ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിന്റെ ഈ കോലും കൂടി കണ്ടപ്പോൾ കുറച്ച് മണിയൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഞാൻ ആ മീരയുടെ മുഖത്ത് ഇങ്ങനെ നോക്കി. അതിനില്ലെങ്കിലും നീരമ്മ നിന്നെ നോക്കാറില്ലല്ലോ. നീ ഇത് വിടളിയാ. ആ ശ്രീധർശ് വരാൻ ഞാൻ നന്നായി. ഓ അവനും കൂടി ഉണ്ടായിരുന്നെങ്കിലേ. അല്ല അവനിനി ഒരു മാസത്തേക്ക് നോക്കണ്ട. നീ ബാ നമുക്ക് ആ മാനേജറിനെ പോയി ഒന്ന് കയ്യിലെടുക്കാം. എന്തിന്? ഇല്ലെങ്കിൽ ആ മീരെ കയ്യിലെടുക്കും. വാടാ. ആ ശരിയാ. പുതിയ പെൺകുട്ടികളെ എങ്ങനെ വരുന്നുണ്ടോ നോക്കാം. വരുന്നുണ്ട്. ക്ലീനിങ് ആയിട്ട് ചേച്ചി വരുന്നുണ്ട്. ചേച്ചി എങ്കിൽ ചേച്ചി അതിൻ്റെ ഇടയിൽ കൂടെ നീ വന്ന് കയറാഞ്ഞാൽ മതി.